പത്തനംതിട്ട ഇളമണ്ണൂർ കിൻഫ്ര പാർക്കിൽ പൊതു ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന് അനുമതി നൽകാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി കിൻഫ്ര എന്റർപ്രനർ അസോസിയേഷൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനാണ് പൊതു ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയിട്ടുള്ളത്. പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനായി പബ്ലിക് ഹിയറിംഗ് നടത്താൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് തീരുമാനിച്ചു. പത്തനംതിട്ട ഇളമണ്ണൂരിൽ 86 ഏക്കർ സ്ഥലത്താണ് കിൻഫ്ര പാർക്ക് പ്രവർത്തിക്കുന്നത്. ഇവിടെ 3 ഏക്കർ സ്ഥലത്ത് പൊതു ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നീക്കം. പദ്ധതിക്ക് പാരിസ്ഥിതിക അനുമതി ലഭിക്കേണ്ടതുണ്ട്. പാരിസ്ഥിതിക അനുമതി ലഭിക്കുന്നതിനായി വരുന്ന സെപ്റ്റംബർ 7-ാം തീയതി രാവിലെ 11 മണിക്ക് ഇളമണ്ണൂരിൽ വെച്ച് പബ്ലിക് ഹിയറിംഗ് നടത്താനാണ് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ തീരുമാനം. കിൻഫ്ര പാർക്കിൽ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചാൽ അത് മറ്റ് സംരംഭങ്ങളെ ദോഷകരമായി ബാധിക്കുമെന്ന് കിൻഫ്ര എന്റർപ്രനർ അസോസിയേഷൻ പ്രസിഡന്റ് ഫിലിപ്പ് വർഗീസ് പറഞ്ഞു. ഇവിടെ സംസ്കരണം പറഞ്ഞാൽ ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് സംസ്കരിക്കുകയാണ്. അതിനകത്തിൽ സിറിഞ്ചുകൾ ഉണ്ടാവാം, മാലിന്യങ്ങൾ, മറ്റ് ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മറ്റ് ഭാഗങ്ങൾ, ബ്ലഡ് കലർന്ന നാപ്കിൻസുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തിൽ കൊണ്ട് സംസ്കരിക്കാനുള്ള പരിപാടിയാണ്. അതോടുകൂടി ഈ നാട് തന്നെ, ഈ വ്യവസായ പാർക്ക് തന്നെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വ്യവസായികളായ ഞങ്ങളെല്ലാം ഇതിനെതിരെ വളരെ ശക്തമായിട്ട് പ്രതികരിച്ച് ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. 24.84 കോടി രൂപയാണ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ മൂലധനമായി കാണിച്ചിട്ടുള്ളത്. ഹൈദരാബാദിലെ പ്രഗതി ലാബ്സ് ആൻഡ് കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പദ്ധതിയുടെ കൺസൾട്ടന്റ്. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് വന്നാൽ ഫുഡ് പാർക്ക് ഉൾപ്പെടെ സംരംഭങ്ങൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന് സംരംഭകർ പറഞ്ഞു. ഇവിടെ 1 സെന്റ് സ്ഥലത്തിന് ഏകദേശം 1.5 ലക്ഷം രൂപ വരും. അപ്പോൾ അത്രയും മുടക്കിയിട്ട് വ്യവസായികൾ ഇവിടെ വരുന്നത് സമാധാനത്തോടുകൂടി വ്യവസായം ചെയ്യാനാണ്. ആ ഒരു ഉറപ്പ് കിൻഫ്ര തന്നതുകൊണ്ടാണ് ഇത്ര കോടികൾ രൂപ മുടക്കിയിട്ട് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, മുമ്പേ പറഞ്ഞ യൂണിറ്റുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാത്രമല്ല, ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ മരുന്നുകൾ, എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ വരെ ഇവിടെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യുന്ന കുറുക്കുമിൻ്റെ 3 കമ്പനികൾ, അതുപോലെ തന്നെ പാലിൻ്റെ കമ്പനിയുണ്ട്. അതൊക്കെ ബൈ എയർ കണ്ടാമിനേഷൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. പദ്ധതിയെക്കുറിച്ച് ആശങ്കയുള്ള സമീപ പ്രദേശവാസികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് വാക്കാലോ രേഖാമൂലമോ പബ്ലിക് ഹിയറിംഗ് സമയത്ത് അവതരിപ്പിക്കാവുന്നതാണെന്നും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് അറിയിച്ചിട്ടുണ്ട്. പൊതു ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ യൂണിറ്റ് ഒരു കാരണവശാലും കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കിൻഫ്ര എന്റർപ്രനർ അസോസിയേഷൻ. റിപ്പോർട്ടർ, പത്തനംതിട്ട.